സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വന്ദനത്തെ അറിയിക്കുകയും ദൈവജന പഠനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. ഇത്രത്തോളം ദൈവമക്കളെ ഇന്ന് രാത്രിയിലും കർത്താവ് കൂട്ടി വരുത്തതിനായി കർത്താവിനെല്ലാം മഹത്വവും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. സംഭവബഹുലമായ ഒരു വർഷം നമ്മെ വിട്ടു പിരിയുന്നല്ലോ. 2024 ഒടുവിലത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. വ്യാഴാഴ്ച നമ്മളൊരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ ആശംസകളും നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും എല്ലാ നിലയിലും ആത്മീയമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും ഒക്കെ അനുഗ്രഹിച്ച് ആസ്വദിക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തേക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് ആത്മീക ശൈശവത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. കാരണം പക്വതയുള്ളവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഇപ്പോഴും ശൈശവത്വമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കൊണ്ട് പോയിട്ട് ദൈവത്തിന് വലിയ പ്രയോജനമൊന്നുമില്ല. സീരിയസ്നെസ് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയൊന്നും കർത്താവിന് അംഗൻവാടി തുടങ്ങാനൊന്നും പ്ലാൻ ഇല്ലെന്നർത്ഥം. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവാകുന്ന തലയോളം എല്ലാ നിലയിലും വളർന്ന് പക്വത പ്രാപിച്ചവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ആത്മീക കുടിവരവ് കഴിയുമ്പോഴും നാം ആത്മീയമായ പക്വത പ്രാപിക്കുക. ഇടപെടുന്നതിലും സംസാരത്തിലും നമ്മുടെ ശുശ്രൂഷയിലാണെങ്കിലും മറ്റ് രീതികളിലൊക്കെ ആണെങ്കിലും ഒരു പക്വത നമുക്കുണ്ടാകണം. ഞാൻ 1-2 പോയിന്റ് കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചായിരുന്നല്ലോ. ഒന്നാമത്തെ ലക്ഷണം എന്താണെന്ന് അറിയാമോ? ഈ കുഞ്ഞുങ്ങളുടെ ശൈശവത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് അവർക്ക് ശുചിത്വം ഒരു വിഷയമേ അല്ല. ആ ശുചിത്വമില്ലാത്തതിനേക്കാൾ ഉല്ലാസത്തിനായിരിക്കും അവർ പ്രാധാന്യം കൽപ്പിക്കുക. ശരിയല്ലേ? അതെ. കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ മൂത്രത്തിനകത്ത് ഇങ്ങനെ കൈയിട്ട് അടിച്ചും കളിച്ചും പോകാൻ അവർക്കൊരു വിഷയമില്ല. അതിനകത്തും അവർ ആനന്ദം കണ്ടെത്തുക. ശരിയല്ലേ? അതെ. കൊച്ചു കുഞ്ഞുങ്ങൾ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് ചള്ളക്കകത്ത് ഓടി നടക്കുന്ന കണ്ടിട്ടില്ലേ? അത് അഴുക്കാണെന്നും അതിനകത്ത് ഇറങ്ങാൻ പാടില്ലെന്നും പക്വതയുള്ളവർക്കറിയാം. എന്നാൽ കുഞ്ഞുങ്ങൾ അതിനകത്ത് തുള്ളിച്ചാടി ആ ബഹളം വെക്കാൻ തുടങ്ങുക. നിങ്ങൾ വിചാരിക്കും ക്ലാസ്സിനകത്ത് പിള്ളേർ മഴയത്ത് ചാടുന്ന എന്തിനാ പറയുന്നതെന്ന്. നമ്മുടെ ചാട്ടം നിർത്താൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. നമുക്കും വന്ന് ചാട്ടമാണ് വിഷയം, ശുദ്ധീകരണമല്ല. മനസ്സിലായില്ലല്ലേ? പാസ്റ്റർ ഇത് പറയാനാണോ മഴയത്തെ കുഞ്ഞുങ്ങൾ ചാടുന്ന കാര്യം? ഇത് പറയാൻ തന്നെയാണ്. നമുക്കിപ്പം വിശുദ്ധിയുടെ ഉപദേശമോ വേർപാടിന്റെ ഉപദേശമോ വ്യക്തിപരമായ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട അതിപ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടം എന്തറിയാമോ? കേട്ടാൽ ഒരു ഉല്ലാസം ആനന്ദം തോന്നുന്ന കാര്യം കേൾക്കണം. അത് കേൾക്കുമ്പോ യെസ്. ഇപ്പൊ പിന്നെ ഈ പ്രസംഗം നല്ല പോലെ കേൾക്കുമ്പോ കൂവൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഹേ എന്നൊക്കെ വെക്കുന്ന. ഇപ്പൊ വചനത്തോട് പ്രതികരിക്കുന്ന ട്രെൻഡ് മാറി മാറി വന്നപ്പോ ദൈവസ്ഥയിൽ ഒരു അക്ഷരം ഉച്ചരിക്കാൻ നീ ബന്ധപ്പെട്ടിരുന്ന വാക്യം. മനസ്സിലായോ? സ്തോത്രം. അപ്പോൾ വിശുദ്ധിയോ ശുദ്ധീകരണമോ വേർപാടോ നീതിയോ ഈ വക വിഷയങ്ങളൊന്നും കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടമെന്നറിയാമോ? കർത്താവിന്റെ സ്ഥിതി മാറ്റാൻ പോകും. വേഗത്തിന്റെ സ്ഥിതി മാറ്റും. യെസ്, ദൈവം എന്നെ കാണിക്കും. മാറട്ടെ, എന്റെ നല്ല കാര്യമല്ലേ?
നിന്റെ സ്ഥിതി മാറിയിട്ട് ദൈവത്തിന് എന്താ ഗുണം? ഇപ്പോഴോ കുടുംബ പ്രാർത്ഥന ഇല്ല, പാട്ട് പാടിയ സ്വോത്രം പറയാൻ, നിന്റെ സ്ഥിതിയും കൂടെ മാറ്റിയാക്കാമെങ്കിലോ? സ്വോത്രം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും വേണ്ടെന്നാണോ പാസ്റ്റർ ഈ പറയുന്നത്? അങ്ങനല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ശൈശവത്തിന്റെ ഒരു ലക്ഷണമാണ് നമ്മെ പ്ലീസ് ചെയ്യുന്ന, മനസ്സിലാകുന്നുണ്ടോ? കാതുകൾക്ക് ഇമ്പമുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം. നമുക്ക് ജീവിത ക്രമീകരണങ്ങൾ വരുത്തേണ്ടതും വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതും ശുദ്ധീകരണത്തിന്റെ പൂർണ്ണതയ്ക്ക് വന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഇഷ്ടമല്ല. ഒഴിവാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, ക്രമീകരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, യഥാസ്ഥാനപ്പെട്ട കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, ചെയ്തത് തെറ്റാണ് എന്നറിഞ്ഞ് അതിന് ക്രമീകരണം വരുത്തി യഥാസ്ഥാനപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഇഷ്ടമല്ല. മറിച്ച് നീ ആരായിരുന്നാലും എന്തായിരുന്നാലും ഇന്ന് രാത്രി ദൈവം നിന്നെ ആദരിക്കാൻ പോകുന്നു കേൾക്കുകയാണെങ്കിൽ പടപടാന്ന് കൈയടിക്കും. അത് ശരിയല്ല, ക്രമപ്പെട്ട ഒക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കുഴഞ്ഞു. എന്റെ കാര്യം എന്നറിയാമോ? ഈ ശൈശവത്തിൽ നിൽക്കുക, അതെന്റെ കാരണം. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചിട്ട് നമ്മെ തന്നെയും നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയും ഈ ശൈശവത്തിന്റെ അവസ്ഥയിലാണോ പക്വതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, നന്നായിരിക്കും. സ്തോത്രം. പ്രായവും പക്വതയും ഉള്ളവർക്ക് അവരുടെ ജീവിതത്തിന്റെ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് എത്തപ്പെടാൻ കഴിയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം. പക്വതയുള്ളവന്. പിള്ളേർക്ക് അതല്ല. മനസ്സിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഞാൻ ഉദാഹരണം പറയാം. ഒരു കുഞ്ഞിനെ പിടിച്ച് മുമ്പിൽ നിർത്തിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ 1 കോടി രൂപ വെക്കുന്നു, തൊട്ടപ്പുറത്ത് ഒരു ബാറ്റും ബോളും വെക്കുന്നു, അതിന് തൊട്ടപ്പുറത്ത് ഒരു ഫ്രൂട്ടിയും വെക്കുന്നു. കുഞ്ഞിനെ കൊണ്ടുവരുത്തിച്ചു, മോനെ നിനക്ക് ഇത് ഏത് വേണം ചോദിച്ചാൽ കുഞ്ഞ് ഏത് പറയും? എന്തായാലും 1 കോടിയിലേക്ക് അവന്റെ കണ്ണും പോകത്തില്ല, കാലും പോവുകയല്ല, കൈയും പോവുകയല്ല. ഒന്നേ ഫ്രൂട്ടി അല്ലെങ്കിൽ ബാറ്റും ബോളും. ശരിയാണോ? എന്നാ പ്രായമുള്ള ഒരാളോട് ചോദിക്കുക ഇതിൽ ഏത് വേണം ചോദിച്ചാൽ എന്തോ പറയും? ചോദിക്കണ്ട, അതിന് മുമ്പ് എടുത്തോളൂല്ലോ. നമ്മൾ വ്യത്യാസം കണ്ടോ? അതെന്താ കാര്യം? ഇതാണ് ഈ പറഞ്ഞ വിഷയം. അപ്പൊ നമുക്ക് ആ ശൈശവത്വം വിട്ടൊരു പക്വതയിലേക്ക് വരണം, ഒരു മെച്യൂരിറ്റി, ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി നമുക്ക് ഉണ്ടാകണം. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾക്കുള്ളൊരു പ്രശ്നം അറിയാമോ? അവരെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം, അല്ലേ? വീട്ടിൽ 3-4 ഗസ്റ്റ് വന്ന്, വീട്ടിലെ അങ്കിളും ആന്റിയും അല്ലെങ്കിൽ അപ്പനും അമ്മയും വന്ന ഗസ്റ്റിനോട് വർത്താനം പറഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കണ്ടോ, അതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ കയറി വന്നിട്ട് പതുക്കെ സെറ്റിയെ പിടിച്ചോണ്ട് നിൽക്കും, അല്ലെ കസേര പിടിച്ചോണ്ട് നിൽക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിക്കും. അതെന്താണെന്നറിയാമോ? ഇവര് കക്ഷിയെ ബൈൻഡ് ചെയ്യുന്നില്ല, അതിനാ. അപ്പൊ പുള്ളിയെ നോക്കാൻ പറ്റുന്ന എന്തെങ്കിലും പുള്ളി ചെയ്തിരിക്കും. ഒന്നും ഒത്തില്ലെങ്കിൽ ആ ബോൾ ഒന്ന് താഴെ ഇടും, അല്ലെങ്കിൽ അതൊത്ത് നെറിയും, അല്ലെങ്കിൽ ഒരു വിസിലും അടിച്ചേച്ചു പോകും. ശരിയല്ലേ? അതെ. മറ്റുള്ളവർ ഇവരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കുഞ്ഞുങ്ങളുടെ താല്പര്യം. എന്തിനാ കുഞ്ഞുങ്ങളുടെ കാര്യം? നമ്മുടെ അത് തന്നെയല്ലേ ഇടപാട്. മറ്റുള്ളവരെ നമ്മളെ ശ്രദ്ധിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. ശരിയല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്റെ വിശ്വാസം. പഞ്ചായത്ത് മെമ്പറുടെ ഫോട്ടോ എടുത്ത് വെച്ചതുകയല്ലേ, ഞാനും ഞങ്ങളുടെ വാർഡ് മെമ്പറും മലമ്പുഴ ഡാമിന്റെ ചോട്ടിൽ. നമ്മുടെ എന്ത് ഇടപാടാ നോക്കണം. ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, പലർക്കും കർത്താവിന്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ വലിയ ഗമയാണ് പഞ്ചായത്ത് മെമ്പറിന്റെ കൂടെ നിൽക്കുന്നത്, നീത്ത സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കുന്നതൊക്കെ ഭയങ്കര ക്രെഡിറ്റാണ്. സ്വോത്രം. ഇവിടെ രക്ഷിക്കപ്പെടാത്ത ഒരുത്തന്റെ തോളെ കൈയിട്ടോട് നിൽക്കുന്നതാണ് അതിന്റെ വലിയ ക്രെഡിറ്റ്. ആത്മനിറവ് പ്രാപിക്കാത്ത, പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കർത്താവിന്റെ വരവിനെ കുറിച്ചും ഒരു ബോധവും വെളിവില്ലാത്ത ഒരുത്തന്റെ തോളെ കൈയിട്ടോട് നിൽക്കുന്നതാണ് അതിന്റെ ക്രെഡിറ്റ്.
സ്വോത്രം. നിങ്ങളെ കൊണ്ട് ഫോട്ടോ എടുക്കാതിരിക്കൊന്നും വേണ്ട. ക്യാമറ, മെമ്മറി കാർഡും സ്പേസും ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫോട്ടോ ഒക്കെ എടുത്തു. സ്വോത്രം. പക്ഷേ ഈ കുട്ടിത്തം കാണിക്കരുത്. അതിലേ പോയതും ഇതിലേ പോയതും അപ്പുറത്ത് പോയതും ഇപ്പുറത്ത് തിന്നതും ഒക്കെ. സ്വോത്രം. അതെല്ലാം എടുത്ത് ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും പോസ്റ്റ് ചെയ്ത് സ്റ്റാറ്റസും മാറ്റി. എന്താ കാര്യം എന്നറിയാമോ? ഇതിനു വേണ്ടിയെല്ലാം മെനക്കെടുമ്പോൾ ഗൗരവമുള്ള പലതും വിട്ടുപോകുക. അതാ വിഷയം. മൂന്നാമത്തെ കാര്യം, അവർ ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയ സമയം കളയും. പിള്ളേരങ്ങനല്ലേ? അവർക്ക് എന്തൊരു നിസ്സാര കാര്യം ഉണ്ടെങ്കിൽ അതിട്ടോണ്ട് ഇങ്ങനെ അതിനു വേണ്ടി തന്നെ. സ്വോത്രം. ഞാൻ പറയാൻ വന്ന ഉദാഹരണം ഞാൻ ഓങ്ങിച്ചങ്ങ് വേണ്ടെന്ന് വെക്കുക, കാരണം ശരിയാകല കൊണ്ടാ. നല്ലൊരു ഉദാഹരണം എന്റെ മനസ്സിൽ വന്നു, ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചങ്ങ് ഒഴിവാക്കും. സ്തോത്രം. അപ്പൊ ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയുക, അങ്ങനെ ആകരുത്. ഗൗരവമുള്ള പല വിഷയങ്ങളും ഉണ്ട്. ചിലരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ, പണ്ടൊരു വലിയപ്പൻ ഉദാഹരണം പറഞ്ഞതുപോലെ, ഈ നടന്നു വന്നപ്പം ആറിന് അക്കരെ ഒരു വീട്, ആ വീടിന്റെ മുറ്റത്തൊരു പട്ടിയെ കെട്ടിട്ടിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ആകപ്പാടെ അന്തം വിട്ട് നിൽക്കുക. ചോദിച്ചപ്പോ എന്നറിയാവോ, ആറ്റിലെ വെള്ളം വറ്റുകയും പട്ടിയുടെ തുടല് പൊട്ടുകയും ചെയ്താൽ ഞാൻ എന്തോ ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയ, ചിന്ത പോയ പോക്ക് കണ്ടോ? ഇരുകര മുറ്റി വെള്ളം ഒഴുകുക ആറ്റിനകത്തൂടെ. അപ്പൊ ആറ്റിന്റെ അക്കരെ വീടിന്റെ മുറ്റത്തില പട്ടിയെ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടിട്ട് പുള്ളി ഇവിടെ ചിന്തിക്കുക, ഏതെങ്കിലും കാരണവശാൽ ആറ്റിലെ വെള്ളം വറ്റുകയും പട്ടിയുടെ തുടല് പൊട്ടുകയും ചെയ്താൽ ഞാൻ കുഴഞ്ഞു. അയ്യോ എന്റെ പൊന്നെ, നമ്മുടെ ഇടയിൽ ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നവരാ. പോട്ടെ, ഇതിനെല്ലാം ഈ ഓരോ പോയിന്റിനും കൃത്യമായ ഉദാഹരണം ഇട്ടിട്ടുണ്ട്. ഞാനതെല്ലാം അങ്ങ് രക്തത്തിൽ ആശ്രയിച്ച് വേണ്ടാന്ന് വെക്കുക. ഞാൻ ആ പോയിന്റ് മാത്രം പറഞ്ഞു. അപ്പൊ ഈ ചെറിയ കാര്യങ്ങൾക്ക്, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയരുത്. മനസ്സിലാകുന്നുണ്ടോ? അതുണ്ടാക്കുന്ന നഷ്ടം ഭയങ്കരമായിരിക്കും. സ്തോത്രം. ട്രെയിൻ എത്തിയപ്പോ ചാടി ഇറങ്ങി ഒരു പയ്യൻ. ബോംബെ മുട്ടായി കണ്ട, അതിങ്ങനെ വീർത്ത് റോസ് കളറിക്കട്ടെ കണ്ടപ്പോ അത് മേടിക്കാൻ ഇറങ്ങിയതാണ്. സംഭവിച്ചെന്നറിയാമോ? അവിടെ സ്റ്റോപ്പ് ഉള്ളതല്ല, ജസ്റ്റ് ഒന്ന് നിർത്തി എന്നുള്ളതേ ഉള്ളൂ. സ്റ്റോപ്പ് 5 മിനിറ്റ് ഉണ്ടെന്നോർത്ത ഇവൻ ബോംബെ മുട്ടായുടെ പുറകെ പോയി. മുട്ടായി മേടിച്ചു വന്നപ്പോഴത്തേക്ക് ഊന്നൊരു ശബ്ദം കേട്ടു. അങ്ങ് പോയി സംഭവം. വെറുതെ 5 രൂപയുടെ ബോംബെ മുട്ടായുടെ പുറകെ പോയി നീ എത്തിച്ചേരേണ്ട സ്ഥലം നിനക്ക് നഷ്ടമാകുന്ന ഒരു ഗതികേട് ഉണ്ടാകരുത്. പലരും, ആകർഷണമുള്ള പലരും നമ്മളെ മാടി വിളിച്ചെന്ന് വന്നേക്കാം. അവിടെ ഒന്നും ചാടി ഇറങ്ങി നിന്റെ ടിക്കറ്റിന്റെ ലക്ഷ്യസ്ഥാനം എവിടാണ് അവിടെ ചെന്നിറങ്ങാൻ കഴിയാത്ത ഒരു ഗതികേടിലേക്ക് ദൈവമക്കൾ പോകരുത് ഞാൻ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ദയവേദി ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നിത്യത നഷ്ടമാക്കി കളയാൻ പാടില്ല. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത കാര്യം അറിയാം, അവർക്ക് ഈ കൊടുക്കുന്നതിനേക്കാൾ വാങ്ങുന്നതാണ് വിഷയം. അത് ഈ കുഞ്ഞുങ്ങളുടെ ഒരു ലക്ഷണമാണ്. പിള്ളേരെ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ? നമ്മൾ എന്ത് കൊടുത്താൽ ചാടി മേടിക്കും. ശരിയല്ലേ? വയസ്സ് 19 ഇപ്പോഴും നമ്മുടെ സ്വഭാവം തന്നെയല്ലേ. കൊടുക്കുന്ന കാര്യം മാത്രം മിണ്ടരുത്. എത്ര വേണ്ടി ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ തൂമ്പായുടെ സ്വഭാവം നമുക്ക്. തൂമ്പായ്ക്ക് എവിടെ കൊത്തിയാലും എന്റെ കാലം ചവിട്ടി അല്ലേ? തൂമ്പായാലും അങ്ങോട്ട് വിടും ഇല്ലല്ലോ. നമുക്കും അങ്ങനെ തന്നെ. എല്ലാം നമ്മുടെ കാലം ചവിട്ടി, ഇങ്ങോട്ട് മാത്രം, അങ്ങോട്ടില്ല. സ്തോത്രം. ആത്മീക ശൈശവത്തിന്റെ ലക്ഷണമാണ് എല്ലാം. വേണം 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 വേണം. ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളൊരു വീട് വിസിറ്റിനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കണ്ടെന്നിരിക്കട്ടെ, നമ്മളെ ഇതെന്തോ വിലയാണ്, എത്ര രൂപ, ഇത് എവിടെ കിട്ടിയേ? ഞാൻ കുറെ നാളായി ഇതുപോലെ ഒരെണ്ണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ബാക്കി കിട്ടാഞ്ഞിട്ടല്ല, ഏതാണ്ടൊക്കെ എന്റെ മനസ്സിൽ കൂടെ വന്നത് കൊണ്ട് ഞാൻ അങ്ങ് മിണ്ടാതിരുന്ന.
ഒരു കാരണവശാലും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങൾക്ക് അതുപോലുള്ള ആവശ്യവും ഉണ്ടാകാം, ഒക്കെ ശരിയാണ്. ഒറ്റയക്ഷരം മിണ്ടരുത്. കൊള്ളാം, നന്നായിരിക്കുന്നു കേട്ടോ എന്ന് വേണ്ട അവർ അപ്രീഷിയേറ്റ് ചെയ്തോ. അല്ല, ഞാനും ഇതുപോലെ, ഞാൻ കുറെ നാളായി എൻ്റെ ആന്റി ഞാൻ ഇതുപോലെ ഒരെണ്ണം നോക്കുന്നത്, ഇത് എവിടെ കിട്ടും? ആ, കൊള്ളാം കേട്ടോ, അയ്യോ നന്നായിട്ട് ചേരുന്നുണ്ട്. എന്നറിയോ, ഇത് ഇനി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതിനാ. സ്തോത്രം. ഇത് ആത്മീക ശൈശവത്തിന്റെ ലക്ഷണമാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ, കുഞ്ഞുങ്ങളെല്ലാം വേണം എന്നുള്ളത് ചിന്താഗതി. സ്തോത്രം. പാടില്ല, പാടില്ല, പാടില്ല. നിങ്ങൾക്കൊരു സ്ഥാനം വേണോ? ആഗ്രഹമുണ്ടോ? അപ്പനോട് പറയുന്നേ, അതിനേക്കാൾ മെച്ചമായി തരാൻ കഴിയുമല്ലോ. സ്തോത്രം. നമുക്ക് വന്ന കുഴപ്പം എന്നറിയാമോ? നമ്മുടെ ഈ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ തന്നെ വളരെ തെറ്റിപ്പോയി. നമ്മളിങ്ങനെ കിടന്നു വല്ലാണ്ട് അലച്ചു വിളിച്ചാൽ മാത്രം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ മേളിരിക്കുന്ന ദൈവം, നമ്മുടെ ചിന്ത. അങ്ങനല്ല പ്രിയരെ. എങ്ങനെ തന്റെ മക്കളെ ഏതൊക്കെ വിധത്തിൽ അനുഗ്രഹിക്കാൻ പറ്റും നോക്കി നടക്കുന്ന ഒരു ദൈവമാണ് വേദപുസ്തകത്തിലുള്ളത്. അല്ല കിടന്ന് കുഴയിലെ കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു ദൈവം അല്ല പുസ്തകത്തിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. എങ്ങനെ അനുഗ്രഹിക്കാം എന്ന ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു ദൈവം. എങ്ങനെയാണ് ഞാൻ എൻ്റെ മകനെ മകളെ ഒന്ന് അനുഗ്രഹിക്കുന്നത്? അതിനെന്താണ് ഒരു വഴി? എങ്ങനെയൊന്ന് കൊടുക്കാൻ പറ്റുക എന്ന് നോക്കി നടക്കുന്ന ഒരു ദൈവം ആ വേദപുസ്തകത്തിനകത്തുള്ളത്. പിന്നെ നമ്മുടെ കയ്യിരിപ്പുണ്ട് അത് കൈ കിട്ടാത്തത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ കടന്നുകൊണ്ട് ആകപ്പാടെ കുഴഞ്ഞ് മറിഞ്ഞ് കാരി കൂകി ബഹളം വെച്ചിട്ടാണോ കൊടുക്കണ്ടേ? അല്ല. മാർച്ച് മാസം ആകുമ്പോൾ കുഞ്ഞിന് ഫീസ് കൊടുക്കണം, അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ആകുമ്പോൾ ഫീസ് കൊടുക്കണം. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇപ്പൊ ഫീസ് കൊടുക്കുന്നില്ല, അവിടെ കിടന്ന് കുറച്ച് കാറട്ടെ, അവൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. മനസാക്ഷിയുള്ള ഒരു അപ്പൻ ചിന്തിക്കുവോ? ഇല്ലല്ലോ. ഒരു മനസാക്ഷി ഇല്ലാത്ത എനിക്ക് എൻ്റെ കുഞ്ഞിനോട് അങ്ങനെ തോന്നുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ എത്രയധികം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ തരാത്തൊരു ദൈവം അല്ല, എങ്ങനെ തരാമെന്ന് അന്വേഷിക്കുന്ന ഒരു ദൈവം. ഞാൻ മടങ്ങി വരുന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങോട്ടുള്ള ചിന്ത ആത്മീക ശൈശവത്വത്തിന്റെ ഒരു ലക്ഷണമാണ്. അതൊരു ദൈവം ഇതിൽ ഉണ്ടാകാൻ പാടില്ല. സന്തോഷത്തോടെ കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് സന്തോഷത്തോടെ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വേണം ചെയ്യാൻ, നല്ല മനസ്സോടെ. ഇങ്ങോട്ടൊന്നല്ല, അങ്ങോട്ടെന്നാ. നല്ല മനസ്സോടെ അത് ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഇങ്ങോട്ടൊന്ന് മാത്രമല്ല, ഇങ്ങോട്ട് കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ടും. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. അങ്ങനെ വാക്യം. എൻ്റെ പാത്രം നിറയുമ്പോൾ ഞാൻ ലുലുമാളിൽ പോയി വേറെ അണ്ടാവ് മേടിച്ചോണ്ട് വരുമെന്നല്ല. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? എൻ്റെ പാനപാത്രം നിറഞ്ഞ ഉടനെ അതിനേക്കാൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു അണ്ടാവ് ഞാൻ മേടിച്ചോണ്ട് വരുമെന്ന്. അങ്ങനെയാണോ? അല്ലല്ലോ. അല്ല. നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഒഴുകണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളും കഴിവുകൾ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം. അതാ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. സ്തോത്രം. പിന്നെ അങ്ങനെയാകാവല്ല, എല്ലാം ഇങ്ങോട്ടൊന്നല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അവിടെ നമ്മൾ റോസൻലാൻഡ് ഒക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഹൗസ് വാമിങ് കഴിയപ്പോൾ ഏതാണ്ടല്ലോ ഒത്തിരി സാധനങ്ങൾ കിട്ടി, അല്ലേതാണ്ടൊക്കെ എനിക്കും തരാമെന്ന് പറഞ്ഞിട്ടിരിക്കുക. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. റോസൻലാൻഡ് ഞെട്ടിയിരിക്കുക, ഞാൻ ഇന്നുവരെ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ എന്നോ. ഞാൻ പറഞ്ഞതിന്റെ ആശയത്തിലേ ഉള്ളൂ. സ്വാതന്ത്ര്യമുണ്ട് പറഞ്ഞു കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. ശൈശവത്വത്തിന്റെ ലക്ഷണമാണ് ഇതെല്ലാം ഇങ്ങോട്ടെന്നുള്ളത്. നോ. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയണം. അതാണ് ആത്മീക പക്വതയുടെ ലക്ഷണം. ഈ ആത്മീക ശൈശവത്തിന്റെ മറ്റൊരു ലക്ഷണം കുറെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മറന്നു പോയിരിക്കാനായിട്ട്.
എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം. എന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളുടെ ഒരു പ്രശ്നം അപകടം അറിയാതെ ചെന്ന് പല കാര്യത്തിലും ഏർപ്പെടും. അറിയത്തില്ല എന്താണെന്നോ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നോ ഒന്നും അറിയാതെ ചെന്നിടപെടും. പലരും ചെന്നെടുക്കും. അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. 100 സംഭവങ്ങൾ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കും അറിയാവുന്ന ഒരുപാട് സംഭവങ്ങൾ കാണും അല്ലേ? യെസ്. എത്രയോ കുഞ്ഞുങ്ങളാണ് ഈ ബാത്റൂമില്, കൊച്ചു കുഞ്ഞുങ്ങൾ വെള്ളം നിറച്ചിട്ട് ബക്കറ്റിനകത്ത് വീണ് മരിച്ച എത്രയോ സംഭവങ്ങൾ നമ്മൾ പേപ്പറിനകത്ത് കാണുന്നു. പാവ അതുങ്ങള് വെള്ളം കണ്ടപ്പോ കൈയിട്ട് ചുമ്മാ അടിച്ചു, കാലങ്ങ് പൊങ്ങിപ്പോയി. അമ്മ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. കണ്ടോ? അപകടം അറിയാതെ ഏർപ്പെടുന്നത് കണ്ടോ? യെസ്. ഷോക്ക് അടിച്ച് മരിച്ച കുഞ്ഞുങ്ങളെ എനിക്കറിയാം. എന്താ? തുണി തേച്ചിട്ട് തേപ്പൊട്ടി മാറ്റി വെച്ചു ആ മേശപ്പുറത്ത് തന്നെ. കുഞ്ഞറിയാതെ തൊട്ട സംഭവം എനിക്കറിയാം. അതിനറിയാവോ ചൂടായിട്ടിരിക്കുകയായിരുന്നോ ഇതുവരെ ഉപയോഗിച്ചിരുന്നെന്ന് അറിയാവോ? ഇല്ല. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളോടത്ത് എന്ത് ചെയ്യണം? അത് കേട്ട് അതുങ്ങളുടെ കൈ എത്താത്ത ഭാഗത്ത് മാറ്റി വെക്കണം. അതാണ് വളർച്ച. അവിടെ തന്നെ വെച്ചേച്ച് പോകുന്നതാണ് വിവരക്കേടെന്ന് ഈ പറയുന്നത്. ആ കുഞ്ഞിനെ അറിഞ്ഞുകൂടാ. നമ്മൾ അറിഞ്ഞ കൊച്ചിന് നേരെ ചൂടാവുക. പഴുത്തിരിക്കുന്ന തേപ്പൂട്ടികളാണോ ചെന്ന് തൊട്ടെന്ന് ഇതിനകത്ത് ആർക്കാ ബോധമില്ലാത്ത? പറ. കുഞ്ഞിനാണോ തേച്ചേച്ച് അങ്ങനെ വെച്ചേച്ച് പോയ കക്ഷിക്കാണോ? സ്തോത്രം. കണ്ടോ? ആത്മീയ ശൈശവത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് അപകടം അറിയാതെ ചെന്നിടപെടുന്ന രീതി. ഞാൻ ഒരു കാര്യം പറയാം. കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയാതെയും സത്യാവസ്ഥ അറിയാതെയും സാഹചര്യം അറിയാതെയും ഒരു കാര്യത്തിനകത്ത് നമ്മൾ ഇടപെടാൻ പാടില്ല. അതിനകത്ത് അഭിപ്രായം പറയാൻ പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ കേട്ട കണ്ടോണ്ട് നിന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ ചോദിക്കുക, അല്ല ബേബിച്ചാൻ കണ്ടായിരുന്നോ? ഇല്ല കണ്ടില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടു. എങ്ങനെയുണ്ട്? സ്തോത്രം. ഇതിനെക്കുറിച്ച് ആരാണ്ട് ഏതാണ്ട് പറഞ്ഞു കേട്ടതേ ഉള്ളൂ. സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിഞ്ഞില്ല. പക്ഷെ പുള്ളി അത് അവതരിപ്പിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിയാണ് അവിടെ നിന്ന് ഇതെല്ലാം കോർഡിനേറ്റ് എന്ന് തോന്നിപ്പോ അതുപോലെ പറഞ്ഞു വെക്കുന്നത്. നോ, പാടില്ല. ഒരു ദൈവത്തിന് ചുറ്റും ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ വിചാരിക്കുക ഈ പുള്ളി ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നത്? കർത്താവിന്റെ വരവ് എടുക്കപ്പെടുന്നവരുടെ കാര്യം പറയാനുള്ളതിന് അത് ആ കാഹളം മുഴങ്ങുന്നതും ശരീരമൊക്കെ ഒന്ന് തേജസ്കരണം പറയും, അത് പിന്നെ പറയുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നു. ആ തേജസ്കരണം പ്രാപിക്കാനുള്ള വഴിമരുന്നാണ് ഞാൻ ഈ പറയുന്നത്. ആത്മീക ശൈശത്വം പേർ നടക്കുന്ന ആൾക്ക് ഇത് പറ്റുകയില്ല. ക്രിസ്തു ആകുന്ന തലയോളം പെർഫെക്റ്റ് ആകണം, വളരണം. അവർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളുള്ളതെന്നാണ് ഞാൻ ഈ പറഞ്ഞു. അല്ല ഞാൻ വിഷയം വിട്ടു പോവല്ല. ബോധ്യമാകുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? കണ്ടോ? അപ്പോൾ അപകടം അറിയാതെ ചെന്നേർപ്പെടുന്നവർ. ഞാനൊരു കാര്യം പറയാവേ, ആ പോയിന്റ് അത്രയും മതി, ബാക്കി ഞാൻ വിടുക. പിന്നെ എപ്പോഴും മറ്റ് വിഷയങ്ങളൊക്കെ വരുന്ന കൂട്ടത്തിൽ ഞാൻ ചേർത്ത് അന്നേരം പറഞ്ഞോളാം. ഇതുമായിട്ട് മാത്രം പോകത്തില്ല. ഒരു കാര്യം എന്നറിയാവോ? ഈ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് വേദപുസ്തകം ഉപമിച്ചു പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതേതൊക്കെയെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്ന പദം: 1 ശിശു, 2 കെട്ടിടം, 3 വൃക്ഷം, 4 ക്രിസ്തുവിന്റെ ശരീരം. ഇത് 4 ഇപ്പൊ ചിന്തിച്ചാൽ, ബാക്കി എന്നെ വിട്ടേക്കണേ. 1 ശിശു, 2 കെട്ടിടം, 3 വൃക്ഷം, 4 ക്രിസ്തുവിന്റെ ശരീരം. ശിശു, കെട്ടിടം, വൃക്ഷം, ക്രിസ്തുവിന്റെ ശരീരം. ഈ 4 കാറ്റഗറിയിൽ ആണ് രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിനെ ഉപമിച്ച് പറഞ്ഞിട്ടുള്ളത്, മെറ്റാഫറിക്കലായി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ആ ഭാഗത്തുനിന്ന് പോകുന്ന നല്ലതാ. ചില കാര്യങ്ങൾ എനിക്ക് അവിടെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഒന്ന് പോയിന്റ് ചെയ്ത് പോകാൻ വേണ്ടി മാത്രം ഞാൻ ഇതൊക്കെ ഇന്ന് ഒന്ന് നോട്ട് ചെയ്തൊക്കെ വെച്ചു. കാരണം അല്ലെങ്കിൽ ഓർമ്മയെന്ന് പറഞ്ഞു വരുമ്പോൾ ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ട് ഞാൻ ഇന്ന് പറയുന്നു. 1
ഒരു ശിശുവിനോട് ഉപമിച്ചു പറയുന്നു. എടുത്തേ പത്രോസിന് 1-ാം ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പത്രോസ് 1-ാം ലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. മതി. അപ്പോഴേ ആ വാക്യം വായിച്ചപ്പോൾ തന്നെ ഞാൻ വിവരിക്കാനുള്ള മുഴുവൻ കാര്യം അതിനകത്ത് വന്നു കഴിഞ്ഞു. അതാ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, ഞാനൊന്ന് എടുത്തോട്ടെ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞിട്ട് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. മതി 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 മതി. ഇത്രയും ഭാഗം പുറത്തേക്ക് പോകണം. വചനമെന്ന മായമില്ലാത്ത പാൽ അകത്തേക്ക് ചെല്ലണം. ഒന്നുകൂടെ മനസ്സിലാക്കാൻ എളുപ്പം ഞാൻ പറയാം. ഈ വചനമെന്ന മായമില്ലാത്ത പാല് ചെല്ലുമ്പോൾ, അത് അകത്തോട്ട് ചെല്ലുമ്പോൾ പറ്റാത്ത കുറെ ഐറ്റം പുറത്തോട്ട് പോകണം. ഇപ്പൊ ക്ലിയർ ആയോ? അതെന്തൊക്കെയാ പുറത്തേക്ക് പോകേണ്ടത്? ഒന്ന്, സകല ദുഷ്ടതയും. ശകലം ദുഷ്ടതയല്ല, സകല ദുഷ്ടത, എല്ലാ ചതിവും, എല്ലാ ചതിവും, എല്ലാ ചതിവും. ഒന്നുകൂടെ പറയാം, എല്ലാ ചതിവും നീക്കിക്കളയണം. ഒരു ചെറിയ കാര്യം മുതൽ വലിയ കാര്യത്തിൽ വരെ ചെയ്ത മുഴുവൻ ചതിവും നീക്കണം. സ്തോത്രാഴ്ചയ്ക്കകത്ത് വരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിയേ പറ്റൂ. ഞാൻ ഏറ്റവും താഴോട്ടങ്ങ് വരിക. ഏതെല്ലാം രീതിയിൽ ഈവൻ കുടുംബജീവിതത്തിൽ പോലും ചതിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്രമീകരിച്ചേ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? കണ്ടോ? എല്ലാ ചതിവും ദശാംശത്തിനകത്ത് ചതിച്ചിട്ടുണ്ടെങ്കിലും ക്രമീകരണം പ്രാപിക്കണം. അയ്യോ, തമ്പുരാൻ എന്തുമാത്രമായി നമ്മൾ അഴിച്ചു മാറ്റിയിരിക്കുന്നേ അല്ലേ? ഇപ്പോഴത്തെ ഉപദേശം വെച്ച് പറഞ്ഞാൽ കാവാലം പറയുമ്പോൾ നിങ്ങൾ തല ഇറങ്ങി താഴെപ്പോവും. അതുകൊണ്ട് ഞാൻ അതും മിണ്ടുന്നില്ല. കാരണം ഓഹരിയാണ്, ദശാംശമല്ല, ഓഹരിയാണ്. ഇപ്പോഴത്തെ പ്രമാണം അനുസരിച്ച്, പുതിയ നിയമത്തിന്റെ പ്രമാണം അനുസരിച്ച്. കാരണം ഞങ്ങളുടെ കാര്യം പറയാം. ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, മോളുണ്ട്, ഞങ്ങൾ 3 പേര്. മൊത്തം 3 പേരല്ല, 4 പേര്. കർത്താവിനും കൂടെ കൂട്ടി ഞങ്ങൾ 4 പേര്. മനസ്സിലായല്ലോ? എനിക്കൊരു 100 രൂപ കിട്ടിയെന്നിരിക്കട്ടെ. പഴയതിന്റെ പ്രമാണം അനുസരിച്ച് 10 രൂപ ഞാൻ കർത്താവിന് കൊടുത്താൽ മതി. പക്ഷെ പുതിയ നിയമത്തിന്റെ പ്രമാണം അനുസരിച്ച് പറ്റുകയില്ല. ഈ 100-നെയും 4ആയിട്ട് ഭാഗിക്കണം. ഒരു പോർഷൻ കർത്താവിന് 25 ഞാൻ കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ പ്രമാണം. ഞാൻ പറഞ്ഞ ആ ഇപ്പോഴത്തെ പ്രമാണം അവിടെ നിൽക്കട്ടെ. ആ പഴയ പ്രമാണം വരും കൃത്യമായിട്ടും ചെയ്താൽ മതിയായിരുന്നു. അതാ ഞാൻ മുമ്പ് പറഞ്ഞ ഇപ്പോഴത്തെ കേൾക്കുമ്പോഴേ നിങ്ങൾ തല ഇറങ്ങി താഴെ പോകുന്നു പറയാൻ കാരണം. മനസ്സിലായോ? എന്റെ 10,000 രൂപ കിട്ടിയാൽ 2,500 രൂപ കർത്താവിനുള്ളതാ ഇപ്പോഴത്തെ പ്രമാണം അനുസരിച്ച്. ശരിയല്ലേ? ബാക്കി 7,500 ഉള്ള ഞങ്ങൾക്ക് 3 പേർക്കും. അത് പോട്ടെ, പഴയ പ്രമാണം വെച്ച് നോക്കാം. 10-1 കൊടുക്കരുതോ? അതും ചെയ്യാതെ അതിനകത്തൊന്നും അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ. പേരിന് ഏതാണ്ട് കൊടുത്തിട്ട് ആകാശത്തിന്റെ കിളിവാതിലിനെ തുറന്ന്. പിന്നെ ഇപ്പം വാതിൽ കിളിയും തുറക്കും, വാതിലും തുറക്കും. അതാ ഞാൻ മുമ്പേ പറഞ്ഞ ശൈശവത്വം കണ്ടോ? എല്ലാം ഇങ്ങോട്ടെന്നുള്ള, അങ്ങോട്ടില്ല. അപ്പോഴേ എല്ലാ ചതിവും 2024 അവസാനിക്കല്ലേ. നാളെ രാത്രി നിങ്ങൾ സാക്ഷി പറയാൻ എഴുന്നേൽക്കുമല്ലോ. പിന്നെ നാളത്തെ സാക്ഷ്യമാണ് സാക്ഷി.
12 മണി കഴിഞ്ഞ് 1:30 ആയാലും തീരുകയല്ല. പിന്നെ ദൈവദാസന്മാർ കിടന്നുകൊണ്ട് എന്നെ ബഹളം വെച്ചാലെന്നറിയാവോ? നാളെ രാത്രി നമ്മളൊരു സാക്ഷ്യം പറഞ്ഞിരിക്കും. ആ സാക്ഷ്യം പറയുമ്പോൾ ഒരു ഗുണമായിക്കോട്ടെ നോർത്ത് ഞാനങ്ങ് വിജയിച്ച് പറയാ. എല്ലാ ചതിവും ഏതെല്ലാം മേഖലയിൽ ചതിവ് പറ്റിയിട്ടുണ്ടോ? അപ്പനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവിനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, മക്കളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല മക്കൾ അമ്മയപ്പന്മാരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ ഒരു മൈന്യൂട്ടായുള്ള വിഷയത്തിൽ എല്ലുമാണെന്നുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെട്ടേ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ പേരാണ് ആത്മീയൻ. ഞാൻ പണ്ട് നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, അതിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. പണ്ട് ഒരപ്പച്ചൻ, നിങ്ങൾ ഈ പത്തനംതിട്ടയ്ക്ക് അങ്ങേ ഭാഗമുള്ള സ്ഥലമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വടശ്ശേരിക്കരയിൽ നിന്ന് ചിറ്റാർ നോക്കി കേട്ടിട്ടുണ്ടോ? യെസ്, വെരി ഗുഡ്. അവിടെ ഒരു അപ്പച്ചനെ പണ്ട് ഒത്തിരി നാൾ മുമ്പാ ചിറ്റാർ നടന്നൊരു സംഭവം ഞാൻ ഈ പറയുന്നത്. ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ബസ്സേ വന്നിറങ്ങി വീട്ടിലോട്ട് പോവുക. അപ്പം എങ്ങനെയോ ഒരു വണ്ടി കിട്ടി, അതിനാണ് വന്നിറങ്ങിയത്. ഒത്തിരി രാത്രിയായിപ്പോയി. ആ ബസ്സേ വന്നിറങ്ങിയിട്ട് ഒരുപാട് ദൂരം നടന്നെങ്കിലേ അപ്പച്ചന് വീട്ടിലോട്ട് പോകാൻ പറ്റും. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്, ചെറിയൊരു കാറ്റ്. അപ്പച്ചൻ കുടയും ചൂടി നടക്കാൻ നോക്കുമ്പോൾ വെട്ടമില്ലല്ലോ. പിന്നെ ഇന്നത്തെ പോലത്തെ ഈ ബ്രൈറ്റ് ലൈറ്റിന്റെ ടോർച്ച് ഒന്നും അന്നില്ല. പിന്നെ അന്നത്തെ ടോർച്ച് എന്ന് പറഞ്ഞാണല്ലോ മെഴുകുതിരിയ. യോത്തനൊക്കെ മെഴുകുതിരിയൊക്കെ കൈ കരുതിയാ പോകുന്നത്. അപ്പച്ചൻ ആ മെഴുകുതിരി കത്തിച്ചു. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ കാറ്റടിക്കും, കെട്ടുപോകും. പിന്നെയും കത്തിക്കും, പത്തിയോളം നടക്കുമ്പോൾ വീണ്ടും കാറ്റടിക്കുമ്പോൾ കെട്ടുപോകും. അപ്പച്ചൻ ആ പടം കുഴഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴേ നടന്നു മനസ്സിലായി റബ്ബർ തോട്ടമാണ്. നോക്കിയപ്പം ടാപ്പിംഗ് ഏറെ റബ്ബർ വെട്ടാൻ വെച്ചിരിക്കുന്ന ചിരട്ട കണ്ടു. ഒരു ചിരട്ട എടുത്ത് ഇങ്ങനെ പിടിച്ചു. അപ്പം സേഫ് ആയിട്ട് മെഴുകുതിരി നിൽക്കും. അതും പിടിച്ചുകൊണ്ടാണ് അപ്പച്ചൻ വീട്ടിലേക്ക് ചെന്നത്. നടന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേനും നേരം പരിവരെ വെളുക്കാറായി. 3:30-4 മണിയോളമായി വീട്ടിൽ ചെന്നപ്പോഴേക്കും. വീട്ടിൽ ചെന്ന് കയറിയപ്പോഴ അപ്പച്ചൻ ഓർത്ത്, ദൈവമേ, ഞാൻ ആ ചിരട്ട എടുത്തോണ്ട് പോകുന്നു. നേരം വെളുക്കുമ്പോൾ വെട്ടുകാരൻ വന്ന് ടാപ്പിംഗ് ചെയ്യുന്ന വെട്ടിക്കഴിഞ്ഞിട്ട് ഇവൻ ചിരട്ട നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അതൊരു ചതിവായി പോകുമല്ലോ എന്ന് അപ്പച്ചന് തോന്നി. ഞാനീ പറഞ്ഞ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ സാൻഡ്വിച്ച് മാത്യു സാർ എഴുതിയ കേരള പെന്തക്കോസ്റ്റ് ചരിത്രം ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തും. ആളിന്റെ പേര് ചേർത്ത് ഞാനതൊന്നും പറയുന്നില്ല. വീട്ടിൽ ചെന്നപ്പോഴാണ്, ദൈവമേ, ഇങ്ങനൊരു ചതിവ് പറ്റിയല്ലോ, ഞാനിത് കൊണ്ടുപോരുകയും ചെയ്തു. അദ്ദേഹം നോക്കാതെ വെട്ടിക്കഴിഞ്ഞിട്ട് ചിരട്ട വെക്കാൻ നോക്കുമ്പോൾ കാണാതെ വന്നാൽ ഇത് വലിയ ചതിവാകും എന്ന് ചിന്തിച്ച ആ മനുഷ്യൻ ആ ചിരട്ടയായിട്ട് തിരിച്ചു നടന്നാണ് റബ്ബർ തോട്ടത്തിൽ വന്ന് ഈ ചിരട്ട വെക്കാൻ നോക്കുക. അദ്ദേഹത്തിന് വെളുപ്പിനെ പന്തം കത്തിക്കൊണ്ട് വെട്ടുകാരൻ വന്ന് വെട്ടു തുടങ്ങി. അപ്പൊ രാത്രി ടൈമിന്റെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്തുമാത്രം നടന്നിട്ടുണ്ടെന്ന്. ചിരട്ട എടുക്കുന്ന കണ്ടുകൊണ്ട് വെട്ടുകാരൻ ചോദിച്ചു, 6 രൂപ. അപ്പൊ പറഞ്ഞു, അയ്യോ, ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല, എനിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റി. മഴയാറിയപ്പോഴത്തേക്കിന് കാറ്റും കൊണ്ട് അടിച്ചു മെഴുകുതിരി കെട്ടുപോകാതിരിക്കാൻ ഞാൻ റബ്ബറിന്റെ ഒരു ചിരട്ട എടുത്തോണ്ടാണ് പോകുന്നത്. നിങ്ങൾ വന്ന് വെട്ടി ചിരട്ട നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അത് ചതിവായി പോകുന്നു മനസ്സിലായതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് ഈ ചിരട്ട വെക്കാൻ വന്നതാണ്. വല്ലോ മനസ്സിലായോ? ഇവന്റെ പേരാണ് ആത്മീയൻ. കണ്ടോ, ഒരു ചിരട്ടയുടെ കാര്യത്തിൽ പോലും ചതിവെന്ന് തോന്നിയപ്പോൾ തിരുത്താൻ മനസ്സ് വെച്ച അത്രയും കിലോമീറ്റർ തിരിച്ചു നടന്ന മനുഷ്യന്റെ പേരാണ് ആത്മീയൻ. നിങ്ങൾ പറ, ഇന്നാണെങ്കിലോ? ഇന്ന് ചിരട്ടയല്ല, റബ്ബർ ചൂടെടുത്തുകൊണ്ട് പോയാലും JCBക്ക് വേണം മാന്തിക്കൊണ്ട് പോകും റബ്ബർ. പിന്നെ ആ ചിരട്ട വല്ല കുറ്റബോധം തോന്നാറുണ്ടോ? തിരുവഴുത്ത് പറയാണേ, എല്ലാ ചതിവും വ്യാജഭാവം ഇത് ആത്മീയതയുടെ ഇടയിൽ അനവധിയായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്താ വ്യാജഭാവം? ഇല്ലാത്തത് ഉള്ളതുപോലെ ഭാവിക്കാൻ നമ്മളെപ്പോലെ മിടുക്കർ വേറെ. ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്തത് അസൂയ.
അത് പിന്നെ നമുക്ക് ഒട്ടും ഇല്ലാത്തൊരു സാധനം ആയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അസൂയ. നല്ലൊരു വീട് വെച്ചാൽ, നല്ലൊരു വാഹനം വാങ്ങിച്ചാൽ, നല്ലൊരു വസ്ത്രം ധരിച്ചാൽ, നല്ലൊരു പ്രസംഗം നടത്തിയാൽ, നല്ലൊരു പാട്ട് പാടിയാൽ നമ്മുടെയൊക്കെ മനോഭാവം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. സ്തോത്രം അല്ലേ? അല്ലെങ്കിൽ ഒരു നല്ല പാട്ട് പാടിയാൽ നമ്മൾ എപ്പോഴും ചോദിച്ചു കൊള്ളാൻ കേട്ടോ, നല്ല പാട്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ അവളും പാട്ടുകാരിയായി, ഞാനെങ്കിൽ പിന്നെ നോക്കാൻ പോയില്ല എന്നറിയാം. ഇവള് പാടിയ ഒക്കെയാലെന്നറിയാം. കീബോർഡുകാരൻ ഒരു വഴിക്ക് പോകും, ഗിറ്റാറുകാരൻ വേറെ വഴിക്ക് പോകും, പാടുന്ന കക്ഷി ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ മറ്റൊരു വഴിക്കും പോകും. അപ്പൊ കൊള്ളാമായിരുന്നു കേട്ടോ, നന്നായിരിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ, ഇനി അനേക വേദികൾ കിട്ടട്ടെ എന്ന് നമ്മൾ ആരെങ്കിലും പറയൂ? പറയണം. നല്ലൊരു പ്രബോധനം പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നല്ല കാര്യങ്ങൾ ചെയ്താൽ വെരി ഗുഡ്, കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറയണം. നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ ഹാ ഭംഗിയായിട്ടിരിക്കുന്നു കേട്ടോ, നന്നായിട്ട് ചേരുന്നുണ്ട്, ഇങ്ങനത്തെ ഡ്രസ്സ് വേണം ഇടാൻ എന്ന് പറയണം. നമ്മളാണെ പറയും ഇപ്പൊ നല്ല സാരിയോ ചുരിദാറോ ആകട്ടെ, ആഹാ പുതിയതാണോ? അതെ, നിറമുള്ള, പക്ഷെ ക്വാളിറ്റി ഇല്ല കേട്ടോ, മെറ്റീരിയൽ പോരാ. എങ്ങനുണ്ട്? കാരണം നമുക്കില്ലാത്തതന്നെ ഈ പറഞ്ഞത് മെറ്റീരിയൽ കൊള്ളുകയല്ല. ഈ പറയുന്ന കക്ഷിയുടെ മെറ്റീരിയൽ ഒന്ന് നോക്കണം. എന്താ കാര്യം എന്നറിയാമോ? അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത്രയുള്ള വിഷയം. അപ്പോൾ അസൂയ എല്ലാം നുണയും. നമ്മൾ ആരും നുണ പറയുന്നവരല്ലല്ലോ. അച്ഛൻ ചോദിച്ചപ്പോ അച്ഛൻ 10,000 ഇല്ലെന്ന് പറഞ്ഞു പോലെ നമ്മൾ നുണ പറയല്ലേ. അച്ഛൻ എന്തേലും ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു അച്ഛൻ 10,000 ഇരിപ്പില്ലെന്ന്. കടം മേടിച്ചവനാ വന്ന് കൊച്ചിനോട് ചോദിച്ചേ. കടക്കാരൻ കാണാതിരിക്കണേ 10,000 എന്നൊക്കെ പറഞ്ഞ കൊച്ചു കുഞ്ഞും കരുത്തില്ല, നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാമല്ലോ. അപ്പം അന്ന് അന്വേഷിച്ച കാണാതിരിക്കാണ്ട് പുള്ളി 10,000 മേളത്തെ പലക മരിച്ച് അകത്ത് കയറിയിരിക്കുക. അന്നേരം ആ കുഞ്ഞിനോട് ചോദിച്ചേ. അപ്പൻ എന്തേലും ചോദിച്ചു, അപ്പം 10,000 ഒളിച്ചിരിപ്പില്ലല്ലോ. ഒത്തില്ലേ? സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാ നുണയും നീക്കിക്കളഞ്ഞിട്ട് വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ആ വാക്യത്തിന് ശരിയായ അർത്ഥം എന്നറിയാമോ? വചനമെന്ന മായമില്ലാത്ത പാൽ അകത്ത് ചെല്ലുമ്പോൾ അകത്ത് കിടക്കുന്ന ഇത്രയും സാധനങ്ങൾ പുറത്തു പോകുന്ന. Praise the Lord. മനസ്സിലാക്കുന്നുണ്ടോ? ശരിയായ വചനം അകത്ത് ചെല്ലുമ്പോൾ ദഹിക്കാതെ കിടക്കുന്ന ഈ വിധ ഐറ്റംസ് എല്ലാം പുറത്തു പോയിരിക്കും. അതാണ് ഈ വചനത്തിന്റെ ശക്തി. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? 100% പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിന്റെ ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് തുള്ളാനും ചാടാനും ഒന്നും നോക്കുകയല്ല. സമാധാനത്തോടെ ശാന്തമായി ഇരുന്ന് കേൾക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു പോംവഴിയില്ല. സ്തോത്രം. ഇതിനിടയ്ക്ക് രക്തത്താ ജയം പറയാനോ ഗ്ലോറി വിക്ടറി പറയാനോ ഒന്നും നമുക്ക് ഗ്യാപ്പ് ഇല്ല. സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട് ശാന്തനേരം നിങ്ങൾ വിക്ടറിയും ഗ്ലോറിയും ഒക്കെ പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ എഴുന്നേറ്റ് പോകണ്ട, വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് ഇരിക്കുന്ന ഇരിപ്പത്തിന് കുറച്ചു നേരം വിക്ടറി ഗ്ലോറി ഒക്കെ പറഞ്ഞ് ആശ്വാസം പ്രാപിച്ച് എഴുന്നേറ്റാൽ മതി. പക്ഷെ ഇപ്പൊ ഇത് ഏറ്റെടുത്തേ ഒക്കൂ. മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ഇത് അകത്ത് ചെല്ലുമ്പോൾ ഇതുമായി ചേരാത്ത, വചനമെന്ന മായമില്ലാത്ത പാലുമായി ചേരാത്തതെല്ലാം പുറത്തു പോണം. പോയേ പറ്റൂ. ദഹിക്കാതെ എന്തെങ്കിലും നമ്മുടെ അകത്ത് കിടന്ന വയറ് കമ്പിച്ചൊരു വരുവാകുകയല്ലേ. ആ കമ്പന ഒഴിവാക്കാൻ ഇതെല്ലാം പുറത്ത് കളയാവോ? രക്ഷപ്പെട്ടു. സ്തോത്രം. ഇല്ലെങ്കിൽ പണ്ട് നെഹമ്യാവ് ചെയ്ത പോലെ എടുത്തെറിയേണ്ടതായിട്ട് വരും. നിങ്ങൾ ആ വായിച്ചിട്ടില്ലേ? നെഹമ്യാവിന്റെ പുസ്തകം 13 ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. നെഹമ്യാവിന്റെ പുസ്തകം 13 അധ്യായത്തിന്റെ 4 മുതൽ ഒന്ന് വായിച്ച്. നെഹമ്യാവ് 13:4 മുതൽ.
ഏറ്റവും ഒടുവിലത്തെ അധ്യായം. അതിന് തന്നെ നമ്മുടെ ദൈവത്തിന്റെ അറകൾക്ക് മേൽവിചാരകനായി എലീശി പുരോഹിതൻ എലിയാശി പുരോഹിതൻ തോബിയാവിന്റെ ബന്ധുവായിരുന്നതിനാൽ അവന് ഒരു വലിയ അറ ഒരുക്കി കൊടുത്തിരുന്നു. മുമ്പേ അവിടെ ഭോജനയാഗം, കുന്തിരിക്കം, ഉപകരണങ്ങൾ എന്നിവയും ലേവ്യർക്കും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള ഉദർച്ചാർപ്പണങ്ങളും വെച്ചിരുന്നു. ഞാൻ യെരൂശലേമിൽ ഉണ്ടായിരുന്നില്ല. അർത്ഥശഷ്ടാവിന്റെ 32-ാം ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരൂശലേമിലേക്ക് വന്നാറേ എല്യാശീർ തോബിയാവിനെ ദൈവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കി കൊടുത്തതിനാൽ ചെയ്ത ദോഷം അറിഞ്ഞു. എനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിന്റെ വീട്ടു സാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്തെറിഞ്ഞു കളഞ്ഞു. മതി, സംഭവം ഞാൻ പറയാം പെട്ടെന്ന് മനസ്സിലാക്കാൻ. യെരൂശലേമിന്റെ മതിലുമൊക്കെ പണിതു, ദേവാലയം പുനഃസ്ഥാപിച്ചു, ജനത്തിന് ന്യായപ്രമാണത്തിന്റെ ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിച്ച് ആത്മീയമായി അവരെ യഥാസ്ഥാനപ്പെടുത്തൽ റെഡിയായി. 52 ദിവസം കൊണ്ട് യെരൂശലേമിന്റെ മതിലുമൊക്കെ പണിത് ഉറപ്പിച്ചു. എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഈ എല്യാശി പുരോഹിതന്റെ ബന്ധുവായിരുന്നു നെഹമ്യാവിന്റെ പണിക്ക് വിരോധമായിരുന്ന തോബിയാവ്. അപ്പോ നെഹമ്യാവ് ഈ പണിയെല്ലാം കഴിഞ്ഞ് വീണ്ടും അർത്തശഷ്ടാ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയ ആ സമയം നോക്കി എല്യാശി പുരോഹിതൻ തോബിയാവിന് ദേവാലയത്തിന്റെ അകത്തൊരറ ഒരുക്കി കൊടുത്തു. മുൻപ് അവിടെ ലേവ്യർ കൊണ്ടുവന്ന യാഗങ്ങളും എണ്ണ, ഉദർച്ചാർപ്പണങ്ങൾ, നേരിയ മാവ്, ദശാംശം, വിശുദ്ധ ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന അറയായിരുന്നേ. അത് ആർക്ക് കൊടുത്തു? തോബിയാവിന് കൊടുത്തു. ഈ കാലത്തൊന്നും നെഹമ്യാവ് യെരൂശലേമിലില്ല. കുറെ നാൾ കഴിഞ്ഞ് നെഹമ്യാവ് യെരൂശലേമിൽ മടങ്ങിയെത്തി ദേവാലയത്തിലേക്ക് എന്നപ്പോ ഉണ്ടല്ലോ, ആലയത്തിൽ വിശുദ്ധ ഉപകരണങ്ങളും വിശുദ്ധ വഴിപാടുകളും സൂക്ഷിച്ചു വെച്ചുന്ന അറയ്ക്കകത്ത് ഇപ്പം തോബിയാവിന്റെ ഐറ്റംസും കൊണ്ട് നിറഞ്ഞിരിക്കുക. ലേവ്യരുടെ വഴിപാട് സാധനങ്ങൾ, നേരിയ മാവ്, ഉദർച്ചാർപ്പണങ്ങൾ, എണ്ണ, ഇതെല്ലാം സൂക്ഷിച്ച ഇടത്ത് തോബിയാവിന്റെ ഐറ്റംസ് ഇരിക്കുന്നു. നെഹമ്യാവ് അവിടെ വന്നെച്ച, അയ്യോ സഹോദര, അയ്യോ ഞങ്ങളെ മുമ്പ് ഇങ്ങനെയൊക്കെ ഇന്ന സാധനങ്ങളൊക്കെ അത് വെച്ചിരുന്നേ, ഒന്നെടുത്ത് മാറ്റി അത് ഞങ്ങൾ പിന്നെ അവിടെ വെച്ചോളാം എന്നും പറഞ്ഞ് തോളെ കൈയിടാൻ പോയില്ല. നേരെ അങ്ങോട്ട് ചെന്നിട്ട് ആ അറയ്ക്കകത്തിരുന്ന മുഴുവൻ സാധനം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. കൊണ്ടുപോടാന്ന് പറഞ്ഞു. എന്നിട്ട് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ലേവ്യരുടെ വസ്തുക്കളും യാഗത്തിന്റെ വസ്തുക്കളും നേരിയ മാവും ഉദർച്ചാർപ്പണങ്ങളും എണ്ണയും സർവ്വസ്ഥാനം വീണ്ടും അവിടെ യഥാസ്ഥാനപ്പെടുത്തി ക്രമപ്പെടുത്താൻ നെഹമ്യാവ് തന്റെ ഇടം കാണിച്ചു. വല്ല മനസ്സിലാകുന്നുണ്ടോ? സകലം യഥാസ്ഥാനപ്പെട്ടതിന് ശേഷവും തോബിയാവിന് കയറി ഇരിക്കാൻ പറ്റിയ അറ വല്ലതും ഉണ്ടെങ്കിൽ തോബിയാവിന്റെ മുഴുവൻ അയച്ചുമെടുത്ത് പുറത്തെറിയണം, ഇല്ലെങ്കിൽ നെഹമ്യാവ് അത് ചെയ്യും. ഇത്രയും പറഞ്ഞാൽ പോരാ, ഞാൻ മതി. നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടോ? അപ്പോഴേ ഈ അറയ്ക്കകത്ത് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിയേ. അത് ആരാണ് ഈ അറകളെല്ലാം ഇപ്പൊ ഒക്കിപ്പൈ ധരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കി. നെഹമ്യാവിനും ലേവ്യർക്കും എന്നേക്കുമായി കിട്ടേണ്ട അറകൾക്കകത്തെല്ലാം തോബിയാവുമാരുടെ ഐറ്റംസ് ആണ് ഇരിക്കുന്നുണ്ടെങ്കിൽ വെറുതെ നെഹമ്യാവിന് പണിയുണ്ടാകും. കണ്ടോ? നെഹമ്യാവ് രാജാവിന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് സംഭവം അറിഞ്ഞത്. അവിടെ വേറൊന്നും നെഹമ്യാവ് നോക്കിയില്ല. യഹോവയുടെ ആലയത്തിന്റെ അകത്തെ അറയ്ക്കകത്ത്
തോബിയാവിനും അവന്റെ ഐറ്റംസും വെച്ചിരുന്ന മുഴുവൻ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞ് ശുദ്ധീകരിച്ച് അതിനെ യഥാസ്ഥാനപ്പെടുത്തി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവസാന്നിധ്യവും ദൈവവചനവും വചനമെന്ന മായമില്ലാത്ത പാലും നമ്മുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരാജ്ഞയിൽ ചേരാത്ത മുഴുവൻ ഐറ്റവും പുറത്തെറിയണം. സ്തോത്രം. വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുന്ന ഒരു ദൈവ പൈതലിന് ഈ പറയപ്പെട്ട സംഗതി ഒന്നും ഉണ്ടാകാൻ പാടില്ല. പറയുന്ന കക്ഷി 3 വട്ടം തള്ളി പറഞ്ഞ ടീമാണ്. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു, ആണയിടാനും പ്രാകാനും തുടങ്ങി. ശരിയല്ലേ? യെസ്. പക്ഷെ ആ പത്രോസിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ പത്രോസ് പറയാണ്, എല്ലാ ചതിവും വ്യാജഭാവം നീങ്ങിപ്പോയേ പറ്റൂ. യെസ്. നമുക്കില്ലാത്തത് ഉണ്ടെന്നൊന്നും നമ്മൾ ഭാവിക്കാൻ ശ്രമിക്കണ്ട. നമ്മൾ മറ്റൊരാളാകാനുള്ള ശ്രമവും നാം നടത്തണ്ട. അത് ശരിയല്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പലർക്കും അറിയാം, എൻ്റെ ഏറ്റവും അടുത്ത സഹോദരങ്ങളെക്കാൾ ഞങ്ങൾ മനസ്സുകൊണ്ട് വളരെ അടുത്ത ആൾക്കാരാണ് അനീഷ് കാവാലും ഞാനും. അദ്ദേഹം വെള്ളം മുണ്ടും ജുബായി ഇട്ടിരിക്കുന്ന കണ്ടോണ്ട് ഞാനും നാളെ മുതൽ അതുപോലെ വെള്ളം മുണ്ടും കൊടുത്ത് ഈ ജുബായ്ക്ക് പകരം വേറെ ജുബായി ഒക്കെ ഇട്ട് അദ്ദേഹം 2-ാം മുണ്ടിരിക്കുന്ന പോലെ ഞാനും ഒരു മുണ്ടൊക്കെ എടുത്തോണ്ട് നടന്നാലുണ്ട്. എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേണ്ട, ഞാനായാ മതി. ഒരൊറ്റ കാവാലൻ ദൈവത്തിന് മതി, അത് അദ്ദേഹം തന്നെ. ഒരൊറ്റ കേസിയോണ്ട് മതി, അത് അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചോളൂ. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ പോൾ യോഗിച്ചോ മതി, ഒറ്റ ബലിഗ്രഹം മതി. സ്തോത്രം. നമ്മൾ മറ്റൊന്നാകാനുള്ള ശ്രമം നാം ചെയ്യേണ്ടില്ല. നാം തന്നെ ആകാൻ ശ്രമിച്ചാൽ മതി. ദൈവം നമ്മളെ അങ്ങനെ ആക്കിക്കോളും. അപ്പോൾ ഈ വചനമെന്ന മായമില്ലാത്ത പാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം പുറത്തു ചാടണം കേട്ടോ. അതാണ് ശിശു എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുക. അത് ശൈശവത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ ഇവിടെ വിടുന്നു. നിങ്ങൾ 2-ാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഒന്ന് വായിക്കണേ. ഞാൻ 10 മിനിറ്റ് അവസാനിപ്പിക്കാം. കൊരിന്ത്യർ 1-ാം ലേഖനം 3-ാം അധ്യായം എടുത്തേ. കൊരിന്ത്യർ 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 15 വാക്യം ഒന്ന് വായിച്ചു. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. ഒരു ദൈവത്തിലെ 2-ാമത് ഉപമിച്ചിരിക്കുന്നതാണ് കെട്ടിടം. അവനിലല്ലോ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് എന്ന വാക്യം. അങ്ങോട്ടൊന്നും പോകണ്ട, ഞാനങ്ങ് പറഞ്ഞോളാം. ഒറ്റ കാര്യം ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു കെട്ടിടം പണിക്ക് എത്ര പേരുടെ അധ്വാനമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കെട്ടിടം പൂർണ്ണമാകി അതിനകത്ത് കയറി പാർക്കണമെന്നുണ്ടെങ്കിൽ ആ കാട് പിടിച്ച് കിടന്ന ഭാഗം തെളിക്കാൻ വന്നവൻ മുതൽ ഏറ്റവും കഥകിന ലോക്ക് ഫിറ്റ് ചെയ്ത ആളുകൾ എന്ന് ആലോചിച്ച് നോക്കി. എത്ര പേരുടെ അധ്വാനമാണ്. അവനിലോ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന്. കണ്ടോ? ശ്രദ്ധിച്ചേ. ഒരു ദൈവത്തിലെ കെട്ടിടത്തോട് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുക, ഒരു കെട്ടിടം പണിയുന്നുണ്ടെങ്കിൽ പറമ്പിലെ പുല്ല് തെളിക്കുന്ന ആള് വേണം, വാനം മാന്താൻ ആള് വേണം, കരികല്ലടിച്ച് തറ അത് ബേസ്മെന്റ് റെഡിയാക്കാൻ ആള് വേണം. വേണ്ടേ?
ഹെൽപ്പേഴ്സ് വേണം, മെയ്സൺസ് വേണം, ആശാരി വേണം, ഇലക്ട്രീഷ്യൻ വേണം, പ്ലംബർ വേണം, പെയിന്റ് ചെയ്യുന്നവൻ വേണം എന്ന് വേണ്ട നാനാ തുറയുള്ള ആളുകൾ ഒരുമിച്ച് അധ്വാനിക്കുമ്പോഴാണ് ഒരു കെട്ടിടത്തിന്റെ പണി തീരുന്നത്. എല്ലാവരുടെയും ഒരുമിച്ചുള്ള അധ്വാനത്തിന്റെ ഫലമായിട്ടുണ്ട് കെട്ടിടം പൂർണ്ണമായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ എത്രയോ പേരുടെ ആത്മീക കൂട്ടായ്മ ഉണ്ടെങ്കിലാണ് ഒരു ദൈവ പൈതന് വളർച്ചയുടെ പൂർത്തീകരണത്തിലെത്താൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? കൂട്ടായ്മ ജീവിതമില്ലാത്ത ഒരുവന്റെ ആത്മീയത ശരിയായ വളർച്ചയിൽ എത്തുകയില്ല. എല്ലാവരുടെയും അധ്വാനം കൊണ്ട് ഒരു കെട്ടിടത്തിന്റെ പണി പൂർണ്ണമാകുന്നത് പോലെ ഒരു ദൈവപൈതന് പല ദൈവമക്കളുമായുള്ള കൂട്ടായ്മ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അവന്റെ ആത്മീയ ജീവിതം നന്നായി വളർന്ന് അതിന്റെ പണി പൂർത്തീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഒറ്റയ്ക്ക് നോക്കിയാൽ പറ്റുമോ? നടക്കുമോ? നടക്കുകയല്ല. ഒരു കാരണവശാലും പറ്റുകയില്ല. പണ്ട് ഒരാൾ കപ്പ നട്ട പോലെ ഇരിക്കും. കപ്പയെല്ലാം നട്ട് നല്ല ക്ലീൻ ആക്കി രാവിലെ തന്നെ. സന്ധ്യ ആയപ്പോ പുള്ളി അതെല്ലാം തിരിച്ചെടുത്ത് അകത്തുകൊണ്ട് വെക്കും കപ്പത്തണ്ട്. പിറ്റേ ദിവസം രാവിലെ കൊണ്ട് വീണ്ടും കുത്തി വെക്കും. അപ്പൊ ആൾക്കാർ ചെന്ന് പറഞ്ഞു, പന്നിയുടെ ശല്യം കൊണ്ട് ഒഴിവാക്കാൻ ചെയ്യുന്നതാണ്. എങ്ങനുണ്ട്? എന്നവൻ കപ്പ പറിക്കും പറ, എന്നവൻ ഒരു കിഴങ്ങ് കപ്പയാലും തിന്നും. നടക്കുമോ? ഇല്ല. ഭോഷത്വമൊന്നും വിഡിത്തൊന്നും പറഞ്ഞാൽ പോരാ, അപ്പുറത്തെ വല്ലതും ഉണ്ടെങ്കിലേ പറയാൻ പറ്റും. പോട്ടെ. ഒരു കെട്ടിടത്തിന്റെ പണി പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നാനാ തുറകളിലുള്ള ആളുകളുടെ അധ്വാന ഫലം കൊണ്ട് മാത്രമേ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പൂർണ്ണമാവുകയുള്ളൂ. എങ്കിൽ ഒരു ദൈവം ഇതിനെ കെട്ടിടത്തോട് ഉപമിച്ചിരിക്കുമ്പോൾ അനേകരുടെ ആത്മിക അധ്വാനവും പ്രാർത്ഥനയും കൈത്താങ്ങലും കൊണ്ടാണ് ഒരു ദൈവം ഇതിൽ ആത്മികമായി പക്വത പ്രാപിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സമയം തീർന്ന് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യം? ഒരു ദൈവം ഇതിന്റെ ആത്മീക പക്വതയിലേക്ക് ഒരാളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിമ്പിൽ ഒരുപാട് പേർ അധ്വാനവും പ്രാർത്ഥനയും കൈത്താങ്ങലും ഉപദേശവും തിരുത്തലും ശാസനയും ഒക്കെ വേണ്ടി വരും. അയ്യോ, ഞാൻ പ്രായമുള്ള ആളുകളുടെ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് അവരൊക്കെ എന്നെ ശാസിച്ചതൊക്കെ ഓർത്താൽ സുവിശേഷ വില പോലും നിൽക്കില്ല. അതുപോലെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കർത്തൃമേശയുടെ കാര്യത്തിലൊക്കെ എന്നെ വഴക്ക് പറഞ്ഞിരിക്കുന്ന കേട്ടാൽ പെറ്റതെല്ലാം കൂടെ പുറത്ത് സഹിക്കൽ അതുപോലെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുണമുണ്ട്, അദ്ദേഹമൊക്കെ കർത്തൃമേശ നടത്തുമ്പോണ്ടല്ലോ പേടിച്ചിട്ട് കർത്തൃമേശ എടുക്കുകയില്ല. കർത്തൃമേശയ്ക്ക് മുമ്പ് എൻ്റെ ഒരു പാപ്പൻ തന്നെ കർത്തൃമേശയ്ക്ക് മുമ്പ് ഒരു പ്രസംഗമുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്ക് എന്നെ വിറച്ച് തുള്ളി. വലിയ തീരുമാനം ചെന്നിരിക്കുന്നതിൽ 100 പേരുണ്ടെങ്കിൽ 30 പേരെ തിരുമേശ എടുക്കുള്ളൂ, ബാക്കി 70 പുറകോട്ട് മാറും. ആ ടൈപ്പ് പ്രസംഗം, ഒരു മയവും ഇല്ലാതെ. തന്നെയല്ല അന്ന് അവരിലൊക്കെ വ്യാപരിക്കുന്ന ദൈവകുറവ് എന്ന് പറയാനൊക്കെയല്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യം അന്നേരം വിളിച്ചു പറഞ്ഞു ഇന്ന കാര്യം ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറയും. വിറച്ചാ പോയിരിക്കുന്നെ. ഇന്നിപ്പോ പാസ്റ്റർമാര് വിറച്ചിരിക്കുക. നിങ്ങളെല്ലാരും തിന്നേച്ചാ പോകുള്ളൂ, ആരും തിന്നാതെ പോരുത്. എല്ലാവർക്കും കൊണ്ട് വിറച്ചുകൊണ്ട് പുള്ളി എല്ലാവർക്കും കൊണ്ട് കൊടുക്കുക. മുമ്പ് അങ്ങനെ അല്ല, ചെല്ലുന്നവൻ വിറയ്ക്കുമായിരുന്നു. സ്തോത്രം. ഞാൻ ഒരിക്കൽ കർത്തൃമേശ ഒരുക്കി വെച്ചേച്ച് ഡ്രസ്സ് മാറാനിട്ടൊന്ന് വെളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേനും പുള്ളി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അയ്യോ, വിശ്വാസമില്ല ഇരിപ്പുണ്ട്. എന്നെ പറഞ്ഞ വഴക്കില്ല, കയ്യും കണക്കുമില്ല. തിരുമേശ ഒരുക്കി വെച്ചേച്ച് നീ എവിടെ പോയതാ ചോദിച്ചു. ഹോളിന്റെ തൊട്ടടുത്ത് തന്നെയാ വീട്. 10 കൊണ്ട് വെച്ചാൽ മതി. അപ്പൊ ഞാനിതെല്ലാം ഒരുക്കി വെച്ചേച്ച് ഇപ്പം ഞാൻ ചിന്തിച്ചതെല്ലാം ഒരുക്കി റെഡിയൊക്കെ വെച്ച് ഈ വീഞ്ഞൊന്നും ഷട്ടറൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അതെല്ലാം ഒരുക്കി വെച്ചേച്ച് എന്നെ പെട്ടെന്ന് ഡ്രസ്സ് മാറി വന്നിരുന്നാൽ മതിയല്ലോ. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് അനാഥപ്രേതം പോലെ ഇവിടെ ഇരിക്കേണ്ടതല്ല. കർത്തൃമേശയുടെ സാധനം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ തൊട്ട് ചുവട്ടിൽ തന്നെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം.
അയ്യോ, ഇപ്പോഴും ഞാൻ മുട്ടലിരിക്കാത്ത, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം അതുവരെ ഞാൻ മുട്ടുമടക്കിയിരുന്നു. എന്റെ കാലിന്റെ പത്തിയെ കണ്ടു കഴിഞ്ഞാൽ തെങ്ങേറ്റക്കാരുടെ കാല് പോലെ അതുപോലെ തഴമ്പായിരുന്നു, മുട്ടുമടക്കി ഇരുന്നിരുന്ന്. അങ്ങനെ ഇരുന്നാൽ ഒരു സുഖം കിട്ടുള്ളായിരുന്നു. അതൊക്കെ പോയി. ഞാൻ പറഞ്ഞെന്നറിയാമോ? ശിക്ഷണമുള്ളതിന്റെ ഗുണമാ ഞാൻ പറഞ്ഞു. ശരി, സകല ശുശ്രൂഷയും കൃപയാൽ എല്ലാ ശുശ്രൂഷയും നിരവധിയായി ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കിയിട്ടുണ്ട്. ഞാന് ദുബൈയിൽ ഒരിക്കൽ ചെന്ന സമയത്താണ് ഒരു കുടുംബം എന്നെ വന്ന് പരിചയപ്പെട്ടു. എനിക്ക് മനസ്സിലായില്ല. എന്നോട് ചോദിച്ചു മനസ്സിലായി? ഞാൻ പറഞ്ഞില്ല. അയ്യോ പാസ് അല്ലേ, ഞാൻ കല്യാണം നടത്തിയ ചോദിച്ചു. ഞാൻ പിന്നെ അതൊന്നും എടുത്ത് ഫേസ്ബുക്കിനകത്ത് ഇടാത്തതുകൊണ്ട് ഇത് ആരുടെയാണെന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? ഞാൻ ദുബായ് പോതി കേൾപ്പിക്കാനായിട്ടോ കല്യാണം നടത്തി കേൾപ്പിക്കാനായിട്ടോ അല്ല, ശിക്ഷണം ആവശ്യമാണെന്ന് പറയാനായിട്ടാണ്. ക്ലിയർ ആയോ? ആ, ശാസനയ്ക്ക് യാതൊരു മടിയില്ല, ഒരു മയവും പാടില്ല. അങ്ങനെ ആണെങ്കിൽ നമ്മെ വളർത്തിയെടുക്കാനായിട്ടൊക്കൂ, വളരാനായിട്ടൊക്കൂ. സമയം ഞാൻ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടിത്വമൊക്കെ വിട്ടിട്ട്, ശൈശത്വമൊക്കെ വിട്ടിട്ട് അല്ലേ, ഇന്നും അവനെന്നെ തോണ്ടി, അവനെ മാന്തി, അവനെന്നെ റബ്ബർ എടുത്തു, അവനെന്റെ പെൻസിൽ എടുത്തു, ഇതൊക്കെ പറഞ്ഞല്ല വഴക്കുണ്ടാക്കുന്നത്. ഹോളി വന്നാൽ ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനെ. എന്റെ പാട്ടൂസ് അവൾ എടുത്തുകൊണ്ട് പോയി. അവരുടെ മേടിക്കാൻ മേലഞ്ഞിട്ടാണോ? നമ്മൾ ഉടനെ പറയുന്നത് കൊണ്ടുപോട്ടെന്ന്, പാട്ടൂസ് അല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. എന്നാലും അതല്ലല്ലോ, അത് പാസ്റ്റർ 20 രൂപയുടേതല്ല. അവർക്ക് 20 രൂപ ഞാൻ കൊടുക്കാമല്ലോ. എന്റെ പുസ്തകം തന്നെ എന്തിനെടുത്തോണ്ട് പോയി? ഓ, അതാ ഞാൻ പറഞ്ഞേ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ബലം പിടിക്കുന്നത്, ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി. നമ്മുടെ പിന്നെ ഇപ്പം വേറൊരു ഗുണമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിന് എന്തപ്പം ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിന്റെ പ്രധാനപ്പെട്ട ആള് പറഞ്ഞു, പാട്ടൂസ് എന്ത് ചെയ്യും? അവന്റെ പാട്ടൂസം വെച്ചാണ് എന്നറിയോ, ഒരു പാട്ടും കാണാതെ അറിയത്തില്ല. ഇപ്പൊ ഈ പുതിയ ട്രെൻഡ് വന്നപ്പം ഈ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാം അങ്ങോട്ട് നോക്കുന്നത് വന്ദനമേശ്വര പാടണമെങ്കിലും നോക്കി പാടിയാലേ അറിയത്തുള്ളൂ, കാണാതെ അറിയത്തില്ല. അടുത്ത സ്റ്റാൻസ് ഏതാന്ന് ആലോചിച്ചോണ്ട് നിൽക്കുക. പൊന്നു മഹേശനെ നിന്നുടെ കാരുണ്യം സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. വന്ദനമേ യേശു രക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തീനെന്നും യോഗ്യനേ. ഇളകാത്ത രാജ്യമാം സിയോനൻ സ്വന്തമായി. എന്തോ സുഖമല്ലേ പാടുമ്പോ. അതൊക്കെ കണ്ണൊക്കെ അടച്ച് ധ്യാനിച്ച് പാടിയൊരു സുഖം. അല്ലാതെ ഇങ്ങനെ കണ്ണും വിളിച്ചു കൊടുത്തിട്ട് അനങ്ങാതെ നിന്നോണ്ട് എന്തോന്നുണ്ടാകാനാ? ഇല്ല, ഞാൻ സ്ക്രീനിൽ നോക്കി നിൽക്കുക. സ്തോത്രം. നമ്മുടെ സാങ്കേതിക വളർച്ചയൊക്കെ നല്ലതാണ്, പക്ഷെ ഒരുപാട് ദോഷവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കുറഞ്ഞ പക്ഷെ പാട്ടിന്റെ സമയത്തേലും അത് ഓഫ് ചെയ്തിട്ടേച്ച് എല്ലാവരും പാട്ട് പഠിക്കണമല്ലോ, പഠിക്കണം. എന്നിട്ട് കണ്ണടച്ച് ധ്യാനിച്ച് ചേർന്ന് പാടണം. സ്തോത്രം. അങ്ങനെ പാടേണ്ടത്. നിങ്ങളുടെ പാട്ട് പാടാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർ മേളിൽ കയറി പാടാനൊന്നും പോകരുത്. പാട്ടുകാരുണ്ടെങ്കിലും അടുത്ത ചാൻസ് നമ്മൾ തന്നെ കയറി അങ്ങ് തുടങ്ങി കുളവാക്കി താളം വെക്കാതെ ട്യൂൺ ഒപ്പിക്കാതെ അങ്ങനൊന്നും ആകരുത്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ആത്മീക ശൈശവത്വം വിട്ട് ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. സ്തോത്രം. ഒന്നുകൊണ്ട് പോയിന്റ് ആ കാര്യത്തിൽ പറയാനുണ്ട്. വൃക്ഷത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ ശരീരത്തെക്കുറിച്ചും ഒക്കെ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ് നമുക്ക് ഉറപ്പിക്കാം. അതുവരെയും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ പുതുവർഷത്തിൽ വ്യാഴാഴ്ച നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.